പ്രിയമുള്ളവരെ, ഇന്ന് നവംബർ 30, 2018 ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ പിറവം രാജാതിരാജ സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ദേവാലയത്തിലെ ഓർത്തഡോക്സ് വിശ്വാസികളായിട്ടുള്ളവരുടെ എണ്ണത്തെ സംബന്ധിച്ച് ഇന്നലെ രണ്ട് പ്രമുഖ വ്യക്തികളുമായിട്ടുള്ള ഒരു അഭിമുഖം നടത്തി 2 വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നിഷ്പക്ഷരായിട്ടുള്ള യാക്കോബായ സഭാംഗങ്ങളെയും അതുപോലെ തെക്കൻ ഭദ്രാസനങ്ങളിലുള്ള ഓർത്തഡോക്സ് സഭാംഗങ്ങളെയും വിദേശത്തുള്ള ഓർത്തഡോക്സ് സഭാംഗങ്ങളെയും അറിയിക്കേണ്ടത് ഒരു ബാധ്യതയാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. മറ്റ് 2 വീഡിയോകളും വളരെയേറെ അനുഭവ സമ്പത്തുള്ള, എന്നേക്കാളൊക്കെ വളരെ പ്രായം ചെന്ന ആളുകളുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ ഒരു മാന്യദേഹം, അദ്ദേഹം മുൻപ് ഈ പള്ളിയുടെ ട്രസ്റ്റി ആയിരുന്നു. ഈ പള്ളിയുടെ ആർച്ച് അതുപോലെയുള്ള ടവർ കുരിശൊക്കെ അദ്ദേഹത്തിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു പണിതത്. അവിടെയെല്ലാം സെയിൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി എന്നുള്ള ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ വ്യക്തി കഴിഞ്ഞ 18 വർഷമായിട്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി പിറവം പള്ളിയിൽ കേസ് നടത്തുന്ന ആളാണ്. ഇവർ 2 പേർ, ആദ്യത്തെ ആൾ പറയുന്നുണ്ട് പാത്രികീസ് വിഭാഗക്കാർ എത്രയുണ്ടോ അതിൻ്റെ പകുതി നമ്മളുണ്ട്. മറ്റേ വ്യക്തി പറയുന്നു പാത്രികീസ് വിഭാഗക്കാർ വെറും 600 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ചില മുൻപ് നടന്ന ഇലക്ഷനുകളുടെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. ആ ഇലക്ഷനുകളിലൊക്കെ പുരുഷന്മാർ മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. പാത്രികീസ് വിഭാഗത്തിലെ ആണെങ്കിലും ഓർത്തഡോക്സ് വിഭാഗത്തിലെ ആണെങ്കിലും അന്നിവിടെ ഉള്ള പള്ളിയിൽ വരാൻ പറ്റുന്ന പുരുഷന്മാർ മാത്രം. അതെല്ലാം തന്നെ അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ കോടതി നിയോഗിച്ചിട്ടുള്ള, കോടതിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇലക്ഷനുകളായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് കോടതിയിലും അതുപോലെ നിയമസഭയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. 200ഓളം വീട്ടുകാർ മാത്രമേ ഓർത്തഡോക്സ് സഭാംഗങ്ങളിൽപ്പെട്ടിട്ടുള്ളവർ ഈ പിറവം ദേവാലയത്തിലുള്ളൂ. രാജാതിരാജ സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ദേവാലയത്തിൽ ഇടവക്കാരായിട്ടുള്ളൂ. പക്ഷേ അതിലേറെ കൂടുതലുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ആ വീഡിയോ അവസാനിക്കുന്നത്. അത് വളരെ തെക്കോട്ടുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങൾക്കും വിദേശത്തുള്ള സഭാംഗങ്ങൾക്കും വളരെയേറെ ഉന്മേഷം പകരുന്ന, സന്തോഷം പകരുന്ന ഒരു വീഡിയോ ആണത് എന്നുള്ളതിൽ തർക്കമില്ല. ഞാൻ ഓർത്തഡോക്സ് സഭാംഗങ്ങൾ തന്നെ ഓരോ വീടുകളിൽ കയറി, അവരവരുടെ വീടുകളിൽ കയറി ഇറങ്ങി ഒപ്പിടിച്ച് നടത്തിയ ഒരു മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഞാനിത് പറയാൻ കാരണം 28/1/2018 പിറവം മാർ ഗ്രിഗോറിയോസ് കാതോലിക്കേറ്റ് സെൻട്രൽ ഹാളിൽ വെച്ച് നടന്ന ഒരു പൊതുയോഗത്തിൻ്റെ മിനിറ്റ്സാണ്. ഈ മിനിറ്റ്സിൽ ഒപ്പിട്ടിട്ടുള്ളവർ പലരും ഒരേ വീട്ടിൽ തന്നെ അടുത്തുള്ള അംഗങ്ങളാണ്. ഞങ്ങൾക്ക് പിറവംകാർക്ക് അറിയാം. കാരണം കൂറുമാറിപ്പോയിട്ടുള്ള ഫാദർ സ്കറിയ വട്ടക്കാട്ടിലും വേറെ ചില ഓർത്തഡോക്സ് സഭാംഗങ്ങളും കൂടെ അവരുടെ വീടുകളിൽ, ഓരോ വീടുകളിലും കയറി ഇറങ്ങി ആ വീട്ടുകാരെ കൊണ്ട് മാക്സിമം ഒപ്പിടിച്ചാണ് ഈ മിനിറ്റ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം ആ പൊതുയോഗത്തിൻ്റെ വീഡിയോ ഞങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇതിനകത്ത് 331 പേർ ഒപ്പിട്ടിട്ടുണ്ട്. ഈ 331 പേരൊന്നും അന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാകും. രണ്ടാമത്, നമ്മൾ ഒപ്പിടിയിക്കുമ്പോൾ ഒരു വീട്ടിലുള്ളവരെ തന്നെ അടുപ്പിച്ച് ഒപ്പിടിയിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും. ഒരിക്കലും ആണും പെണ്ണും ഒന്നും അടുത്തടുത്തല്ലല്ലോ ആ മീറ്റിങ്ങിലിരുന്നത്. വീടുകൾ കയറി ഒപ്പിടിച്ചതെന്ന് ഞങ്ങൾ പിറവംകാർക്ക് ആയിട്ടുള്ളവർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഒരു വീട്ടിൽ 2 വോട്ടർമാരാണ് ഉള്ളതെന്ന് വയ്ക്കുക. ഭാര്യയും ഭർത്താവും. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും. 88 വയസ്സുള്ള അപ്പച്ചന്മാർ, നിങ്ങൾക്ക് ഓരോ വീടുകൾ നോക്കിയാൽ അറിയാം അടുത്തടുത്ത് വന്നിരിക്കുന്നത്. 88 വയസ്സുള്ള അപ്പച്ചന്മാർ, 82 വയസ്സുള്ള അമ്മച്ചിമാർ, ഇവരെല്ലാം ഇതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ 2 വോട്ടാണ് ഉള്ളത് എങ്കിൽ ഒരു 170 വീടുകളെങ്കിലും ഇവിടുത്തെ ഓർത്തഡോക്സ് സഭാംഗങ്ങൾക്കുണ്ട് എങ്കിൽ തന്നെ ഒരു 340 വോട്ടുകൾ വീട് കയറി ഒപ്പിടിച്ചതാണ് വന്നേനെ. പക്ഷേ ഇത്രയേറെ പണിപ്പെട്ടിട്ടും ഇതിനകത്ത് വന്നിരിക്കുന്നത് വെറും 331 വോട്ടുകൾ മാത്രമാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. കാരണം ഗവൺമെൻറ് ഏജൻസികൾ
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കോടതിയിലും നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 200ഓളം വീട്ടുകാരുണ്ട് ഇവിടെ ഓർത്തഡോക്സുകാരായിട്ട് എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ, അതിന് നിർബന്ധിതനാക്കപ്പെട്ടതിൽ, സത്യാവസ്ഥ വെളിപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് തന്നെ പറയാം. ഇത് തികച്ചും ഇവരുടെ തന്നെ രേഖയാണ്. ഈ രേഖയിൽ ഏറ്റവും അവസാനമായിട്ട് ഡോക്ടർ തോമസ് അത്തനാസ്യോസ് മെത്രാപ്പോലീത്തായി അതുപോലെ വികാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും പിറവം പള്ളിയിൽ കയറ്റരുത്, പെർമനൻ്റ് ഇഞ്ചക്ഷൻ പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ ഓർഡർ വേണം എന്ന് പറഞ്ഞ് OS6/85 എന്ന് കേസ് കൊടുത്ത ഓർത്തഡോക്സ് സഭാംഗങ്ങൾ എന്നും പുറത്താക്കിയിരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഫാദർ സ്കറിയ വട്ടക്കാട്ടിലും ഒപ്പിട്ടിട്ടുണ്ട്. സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഓർത്തഡോക്സ് സഭാംഗങ്ങൾക്ക് ഒരു പക്ഷേ ഞങ്ങൾക്കും കൂടുതൽ അംഗങ്ങളുണ്ട് എന്ന ഒരു ധാരണ പരത്തുവാനുമൊക്കെ ഈ വീഡിയോ ഒരു പക്ഷേ ഉപയോഗമാക്കിയേക്കാം. എന്നാൽ പോലും ഞാൻ അതിൽ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്ന ശ്രീമാൻ ജോയി ചേട്ടൻ പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിനോട് യോജിക്കുകയാണ്. കാരണം 1934 ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി കിട്ടിക്കഴിഞ്ഞാൽ വെറും 300 വീട്ടുകാർ മാത്രമേ പോയി വേറെ ഒരു പള്ളി വെക്കുകയുള്ളൂ, അത്രയ്ക്ക് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള യാക്കോബായക്കാരെ പർവ്വത്തുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത തെറ്റാണ്. കാരണം 1934 ഭരണഘടന പിറവത്തെ യാക്കോബായക്കാർക്ക് പുത്തിരിയല്ല. അത് 4 പ്രാവശ്യം അതിന് കൂറും വിധേയത്വവും പ്രഖ്യാപിച്ച് എഴുതിക്കൊടുത്ത് തെരഞ്ഞെടുപ്പ് വ്യവസ്ഥാപിതമായ രീതിയിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന കേരളത്തിലെ മലങ്കരയിലെ ആദ്യത്തെ ദേവാലയമാണ് പിറവം ദേവാലയം. അവിടെ നിന്ന് 1% ആൾക്കാർ പോലും പിറവത്തിൽ നിന്ന് ആ പിറവം പള്ളിയിൽ നിന്ന് ഇടവകവിട്ട് പോകുന്ന പ്രശ്നമില്ല. കോലഞ്ചേരി, വരിക്കോലി, നെച്ചൂര് മുതലായ പള്ളികളിൽ അവിടെയുള്ള വിശ്വാസികൾ വിശ്വാസത്തെ പ്രതി അവരുടെ മാതൃദേവാലയം വിട്ടുപോയെങ്കിൽ പിറവത്തെ യാക്കോബായക്കാർ അതിന് തയ്യാറല്ല. പിറവത്തെ യാക്കോബായക്കാർ ഒരിക്കലൊരു ട്രസ്റ്റായിരുന്നു, അത് എന്നും ട്രസ്റ്റായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പള്ളിക്കകത്ത് തന്നെ നിൽക്കും. പിന്നെ പുരോഹിതന്മാരുടെ കാര്യത്തിലല്ലേ, നല്ല മുറ്റുള്ള പുരോഹിതന്മാരെ നന്നായി നയിച്ചുകൊണ്ട് പോയിട്ടുള്ളവരാണ് ഇവിടുത്തെ യാക്കോബായക്കാർ. ഞങ്ങൾ ഈ വിധിയെ സ്വാഗതം ചെയ്യും. അതുപോലെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ വളരെ സമാധാനപരമായിട്ട് എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണോ കോടതി പറയുന്നത് അതിനോട് അനുരൂപപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയുള്ളൂ. ഒരിക്കലും പരിശുദ്ധ പാത്രികീസിലുള്ള വിശ്വാസം ഞങ്ങൾ പണയം വയ്ക്കുകയില്ല. അങ്ങനെ വെക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഈ അനാവശ്യമായിട്ടുള്ള ഈ എണ്ണം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഇത്രയൊക്കെ ഉണ്ട് എന്ന് ഈ തെക്കുള്ള ചില ഓർത്തഡോക്സ് നേതൃത്വത്തെയൊക്കെ കണ്ടുകൊണ്ട് ഞാനും ഉരകജീവിയാണ് എന്ന് പറഞ്ഞ് പത്തി പൊക്കാൻ തയ്യാറെടുക്കുന്നത് പോലെ ഇവിടെ പത്തി പൊക്കാൻ തയ്യാറെടുക്കുന്നത് കൊണ്ട് വിശേഷമൊന്നും ഇല്ല എന്നും വളരെ സ്നേഹബുദ്ധിയ ഉപദേശിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഈ വീഡിയോ ആരെയെങ്കിലും വേദനിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല, മറിച്ച് ഗവൺമെൻറ് ഏജൻസി കൊടുത്തിട്ടുള്ള കണക്ക് തെറ്റാണെന്നും 200 വീട്ടുകാർ പോലും ഇവിടെ ഇല്ല എന്നും ഓർത്തഡോക്സുകാരുടെ തന്നെ രേഖകളിലൂടെ അവരെ ബോധ്യപ്പെടുത്തുവാൻ കിട്ടിയ ഈ അവസരം ഉപയോഗിക്കുക മാത്രമാണ് എന്നും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.